ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇൻസ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ 5 മില്യൺ ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എടുത്ത് പറയേണ്ട കാര്യം എന്താണ്, ഇതിൽ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഒരു ക്വാളിഫിക്കേഷനോ ഒരു എക്സ്പീരിയൻസോ ഒന്നും ഇതിൽ ആവശ്യമില്ല. നമുക്ക് ഫ്രഷേഴ്സിന് നമുക്കിതിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്കിതിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് സൂപ്പറാണ്. നമുക്ക് ജസ്റ്റ് വീട്ടിലിരുന്ന് നമ്മളെ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്നാൽ മാത്രമേ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനെന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ കയറാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 5.5 റേറ്റിംഗ് ഉള്ള അത്യാവശ്യം നല്ല റിവ്യൂവും റേറ്റിംഗും ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രത്തോളം യൂസേഴ്സും അത്രത്തോളം പേ ഔട്ടും തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇവിടെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ നമുക്ക് ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട്. സ്പിൻ ആൻഡ് വിൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഷെയർ ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മളുടെ മൊബൈൽ ഫോണിലുള്ള ഡേറ്റാസ് ഷെയർ ചെയ്ത് ഇങ്ങനെ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് ഒരു വർക്കും ചെയ്യാതെ ജസ്റ്റ് ഓണാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഷെയർ ദി ഇൻ്റർനെറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം തന്നെ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. വെറുതെ ഫോണിൽ വെച്ചേക്കുക. നമ്മളുടെ ഉള്ള നമ്മൾ യൂസ് ചെയ്യാത്ത ഇൻ്റർനെറ്റ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ ഒത്തിരി അധികം ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഇതുപോലെ സർവേ പോലുള്ള സംഭവം കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാം. അതുപോലെ സ്പിൻ ചെയ്ത് നമുക്ക് ഏൺ ചെയ്യാം. അതിന് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നുമല്ല ചോദിക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളുടെ പ്ലേസ് ഏതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണ്, നമ്മളുടെ സ്കിൽസ്, അങ്ങനെ കുട്ടി കാര്യങ്ങളുടെ നമ്മൾ അഡ്രസ്സ്, പിൻകോഡ്, നമ്മളെ സ്റ്റേറ്റ് ഏതാണ്, റിലീജിയൻ ഏതാണ്, അങ്ങനെ കുട്ടി സർവേസ് ആയിരിക്കും. ആ കുട്ടി ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ സർവേസ് കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നമുക്ക് അതിൽ തന്നെ എത്രത്തോളം എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു സർവേ കഴിഞ്ഞപ്പോൾ എനിക്ക് $0.20 കയറിയേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, $1 എന്ന് പറയുന്നത് നാട്ടിലത്തെ നമ്മളുടെ ഇന്ത്യൻ മണി 84 രൂപയാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു സർവേയും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സർവേസ് കണ്ടക്ട് ചെയ്തും അല്ലാതെയും നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈഫൈ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു വർക്കും ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ നമ്മൾ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തുകൊണ്ടും നമുക്ക് ഇതിൽ നിന്ന് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് മൊബൈൽ ഫോൺ മാറ്റി വെച്ചാൽ മാത്രം മതി. ഡെയിലി നമുക്കിങ്ങനെ എമൗണ്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു കുട്ടി സർവേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം എമൗണ്ടാണ് റിവാർഡ്സ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പോസിബിളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇത് നമുക്ക് വരുന്നത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലയോ എന്നുള്ള കാര്യം. നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് പേ ഔട്ട് നമുക്ക് കൊടുക്കുന്ന അത്രത്തോളം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഒത്തിരി അധികം കാര്യങ്ങളും നമുക്ക് ഓപ്ഷൻസും എല്ലാം നമുക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. സ്പിൻ ആൻഡ് വിൻ ഉണ്ട്, പിന്നെ ഒരുപാട് സർവീസ് ഉണ്ട്, പിന്നെ ഇൻ്റർനെറ്റ് ഷെയറിംഗ് ഉണ്ട്. അങ്ങനെ ഒത്തിരി അധികം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് കോസ്റ്റിനുള്ള സർവേ നമുക്ക് എടുക്കാം എന്നുള്ളത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ സ്പിൻ ആൻഡ് വിൻ നോക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒറ്റ സ്പിന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് സ്പിന്നിലാണോ നമുക്ക് ലക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാക്കി. ഇവിടെ നമുക്ക് ഒറ്റ സ്പിന്നിൽ നമുക്ക് 5 പോയിൻറ്റ്സാണ് ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് എമൗണ്ട് ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ വാലറ്റിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇമെയിൽ വെരിഫൈ ചെയ്യുന്നത്, നമ്മുടെ ക്വാളിഫിക്കേഷൻ സർവേ, അതിനൊക്കെ നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത്രത്തോളം അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ജസ്റ്റ് നമ്മൾ വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. ഇങ്ങനെ ചുമ്മാ ഇരുന്നുകൊണ്ട് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി
ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്ത് നമുക്ക് വൈഫൈ യൂസ് ചെയ്യാം, നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത്രത്തോളം നമുക്ക് സൂപ്പറായിട്ട് വർക്ക് ചെയ്ത് ഓൺ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ ഓൺ ചെയ്ത ഈ ഒരു എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഈ എമൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്റ്റെപ്സ് എന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ റെഡീം ചെയ്യാനായിട്ട് നമ്മൾ റെഡീം നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു വെരിഫിക്കേഷൻ വരും. അവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് UPI ടു ട്രാൻസ്ഫർ ചെയ്യാൻ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് അഡ്രസ്സ്, നമ്മൾ UPI അഡ്രസ്സ് അവിടെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൈവായിട്ടാണ് ഞാൻ ഈ ഒരു 5 രൂപ എങ്ങനെയാണ് നമ്മളെ പേയ്മെൻറ്റ് നമ്മളെ എമൗണ്ട് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത് ലൈവായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഇതിനായിട്ട് നമ്മുടെ കിട്ടിയ കോയിൻസിനെ നമ്മൾ ജസ്റ്റ് റെഡീം എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ UPI നമ്മൾ ഏത് ഇതിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു UPI അഡ്രസ്സ് കൃത്യമായിട്ട് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക. ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നമുക്ക് എത്രയാണോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ UPI ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ നമ്മുടെ എമൗണ്ട് എത്രത്തോളമാണ്, എത്ര ഫാസ്റ്റായിട്ടാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് വിത്ത് പ്രൂഫ് അടക്കമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ ആരെ ഫോഴ്സ് ചെയ്യുന്നില്ല. അത്രത്തോളം സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ജസ്റ്റ് ഫോണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി. നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കയറാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് ഫോളോ ചെയ്യുക. അതിലായിരിക്കും തുടർന്നുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.